ഇന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തോണ്ടുന്ന ഒരു മഹാദുരന്തമാണ് നേരിടുന്നത്. അത്യാധുനികമെന്ന് ലോകം വിശേഷിപ്പിച്ച ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് ആ രാജ്യത്തിന് താങ്ങാനാവാത്ത ബാധ്യതയായി മാറിയിരിക്കുന്നു. ഇറാൻ തൊടുത്തുവിടുന്ന വില കുറഞ്ഞ ഡ്രോണുകളെയും മിസൈലുകളെയും തടയാൻ ഇസ്രയേൽ ചെലവഴിക്കുന്ന ഓരോ ഇന്റർസെപ്റ്റർ മിസൈലിനും കോടിക്കണക്കിന് രൂപയാണ് ചെലവ്. ഒരു രാത്രിയിലെ പ്രതിരോധത്തിന് മാത്രം ഇസ്രയേലിന് ചെലവാക്കേണ്ടി വരുന്നത് ആയിരക്കണക്കിന് കോടി രൂപ. യുദ്ധം നീണ്ടുപോകും തോറും ഖജനാവ് ശൂന്യമാകുന്ന, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു രാജ്യത്തിന്റെ പതനമാണ് നാം കാണുന്നത്. അമേരിക്കയുടെ ആഗോളാധിപത്യത്തിന്റെ നട്ടെല്ല് അതിന്റെ സാമ്പത്തിക കരുത്താണ്. എന്നാൽ ഇന്ന് ആ നട്ടെല്ല് ഇസ്രയേലിന് വേണ്ടിയുള്ള യുദ്ധ ചെലവുകളാൽ തകർന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ നികുതിദായകരുടെ അധ്വാന ഫലം പശ്ചിമേഷ്യയിലെ രക്തച്ചൊരിച്ചിലിനായി അമേരിക്ക ദൂർത്തടിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ ഡോളറിന്റെ ആധിപത്യത്തിന് കനത്ത തിരിച്ചടിയാകുന്നു. സ്വന്തം നാട്ടിൽ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും നേരിടുന്ന അമേരിക്കയ്ക്ക് ഈ അനന്തമായ യുദ്ധദാഹം എത്ര കാലം താങ്ങാനാകും? ഡോളറിനെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രാദേശിക കറൻസികളിലേക്ക് ലോകം നീങ്ങുമ്പോൾ ഇറാന്റെയും ബ്രിക്സ് രാജ്യങ്ങളുടെയും നീക്കങ്ങൾ അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ഇറാൻ രൂപപ്പെടുത്തിയെടുത്ത ചെലവ് കുറഞ്ഞ സൈനിക തന്ത്രങ്ങൾ അമേരിക്കയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ്. കേവലം $20,000 മാത്രം വിലയുള്ള ഒരു ഷാഹിദ് ഡ്രോണിനെ തകർക്കാൻ 29 കോടി രൂപ വിലയുള്ള ആരോ 3 മിസൈലുകൾ വിക്ഷേപിക്കേണ്ടി വരുന്ന അശാസ്ത്രീയത. തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയവർക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മുജ്തബ ഖമേനിയുടെ വാക്കുകൾ വൈറ്റ് ഹൌസിനെ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. സൈനികമായ പോരാട്ടത്തെക്കാൾ ഉപരിയായി അമേരിക്കയെ സാമ്പത്തികമായി തകർക്കുകയെന്ന ഇറാന്റെ ലക്ഷ്യം പശ്ചിമേഷ്യയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. 2026 കണക്കുകൾ പ്രകാരം ഇസ്രയേലിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 12% യുദ്ധത്തിനായി ഹോമിക്കപ്പെടുന്നു. വിദേശ നിക്ഷേപം 60% ഇടിഞ്ഞു. ആയുധങ്ങൾ കൊണ്ട് നേടാനാവാത്ത വിജയം ഇസ്രയേലിനെ സാമ്പത്തികമായി പാപ്പരാക്കുന്നതിലൂടെ നേടിയെടുക്കാമെന്ന ഇറാന്റെ നിശ്ചയദാർഢ്യം ഫലം കാണുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കയെ തൂത്തെറിയാൻ തോക്കുകളേക്കാൾ വേഗതയിൽ ഇറാന്റെ ഈ സാമ്പത്തിക മിസൈലുകൾക്ക് സാധിക്കും. ആക്രമികൾക്ക് ഒരിക്കലും ശാശ്വതമായ വിജയമില്ല. തകർന്നു വീഴുന്ന സമ്പദ് വ്യവസ്ഥയും ഒറ്റപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളും അമേരിക്കയും ഇസ്രായേലിന്റെയും ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളുന്ന കാഴ്ചയാണ് 2026 സാക്ഷ്യം വഹിക്കുന്നത്.